ഞാൻ ബ്രിട്ടോ എടുത്ത് ഞാൻ എന്തിന് ചേരണം? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? കമ്മ്യൂണിസ്റ്റിന്റെ കാലം കഴിഞ്ഞു. ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറീസ് അത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നീ അത് പോയിട്ട് തുടരുത് കേട്ടോ. കാരണം ആരൊക്കെയാണ് ഇതില് ഉള്ള ആൾക്കാരെന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കെണിയാണത്. ശരിയേതെന്നറിയില്ല, തെറ്റേതെന്നറിയില്ല. അതെല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മൾ ഒരു പദം വന്നിട്ടുണ്ടാവും. മഹാരാജസ് ഉണ്ടാക്കി തന്നത് ഇടിച്ച് പദം വരുത്തലായിരുന്നു. മഹാരാജസിലേക്ക് വന്നതോടുകൂടെ അവിടെ നിങ്ങൾക്ക് നീന്താൻ അറിയില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മുങ്ങിച്ചാവാം, അല്ലെങ്കിൽ തന്നെ നീന്തൽ പഠിച്ചിട്ടുണ്ടാവും. മഹാരാജസ് പഠിപ്പിക്കുന്ന അതാ. 3 ചോയ്സിലും ഫിലോസഫി മാത്രം വെച്ച ഒരു വ്യക്തി ഷിബുവാണ്. പ്രീ ഡിഗ്രി കാലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അടിയന്തരാവസ്ഥയുടെ ഒരു കാലമായിരുന്നു. കോളേജിൽ നമ്മൾ ആദ്യം വന്ന് ചേരുമ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. KSUവിൻ്റെ ആൾക്കാർ വരും, SFIയുടെ ആൾക്കാർ വരും. ഇവർ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ അന്ന് പരിചയപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ബ്രിട്ടോ, സൈമൺ ബ്രിട്ടോ. ബ്രിട്ടോ അന്ന് SFIയിൽ ചേർക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ വായനയുടെ ഒരു ഇതൊക്കെ കൊണ്ടിട്ട് നമ്മളന്ന് ഡിബ്രയുടെ റെവല്യൂഷൻ ഇൻ റെവല്യൂഷനൊക്കെ വായിച്ചു കഴിഞ്ഞിരുന്നു അന്ന്. അപ്പോൾ ഈ റെവല്യൂഷനൊക്കെ വായിച്ച് ഇരിക്കുന്ന ഞാൻ ബ്രിട്ടോ എടുത്ത് ഞാൻ എന്തിന് ചേരണം? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? കമ്മ്യൂണിസ്റ്റിൻ്റെ കാലം കഴിഞ്ഞു. ഏഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഡിബ്രെ പറഞ്ഞേക്കുന്നത് നോക്കൂ. അപ്പോൾ ബ്രിട്ടോയെ ഞെട്ടിക്കുക എന്നൊക്കെയുള്ള ഒരു ഉള്ളിലൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഏഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ ഓരോ മഹാസമ്മേളനങ്ങൾ നടത്തുന്നു. ഇതെങ്ങനെ നടത്തും? ഇവർ പാർലമെൻ്ററി ഇതിലേക്ക് വന്നതോടുകൂടി എത്രമാത്രം കറപ്റ്റഡായി, ഡൈലൂട്ടഡായി എന്നൊക്കെ പറഞ്ഞു. ബ്രിട്ടോയെ ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാവുന്നില്ല. ബ്രിട്ടോ വളരെ ടാക്ട്ഫുള്ളായിട്ട് പറഞ്ഞു, സഖാവിനെ പോലെയുള്ള ആളുകൾ വേണം നമ്മളുടെ കൂടെ. കാരണം എവിടെയെല്ലാം തിരുത്തേണ്ടി വരുന്നോ അവിടെ തിരുത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിയാണ് നമ്മുടെ കൂടെ വേണ്ടത്. ഞങ്ങളുടെ സ്റ്റഡി ക്ലാസ്സിൽ വരണം. അപ്പോൾ ഞാൻ വിചാരിച്ച തിരുത്തിക്കളയായിരുന്നു. അങ്ങനെ സ്റ്റഡി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്തരീക്ഷം വേറെയാണല്ലോ. അപ്പോൾ തിരുത്തലൊന്നും ഉണ്ടായില്ല, നമ്മൾ തിരുത്തപ്പെടാനും പോയില്ല. എന്തായാലും ഈ സമയത്ത് ഇത്തരം ചിന്തകളും ഇതൊക്കെ ഈ ഒരുപാട് കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അത് പലതും എൻ്റെ അടുത്തേക്ക് എത്തിച്ചിരുന്ന സാലി എന്ന് പറയുന്ന എൻ്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ സാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലി എല്ലാത്തിനെയും സംശയത്തോടു കൂടി മാത്രമേ കാണുള്ളൂ. അത് മാത്രമല്ല, സാലിക്ക് ഇത്തിരി ഒരു എന്താ പറയണേ, നെക്സൽ ചായ്വുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം സാലി വരുന്നത് വൈപ്പിൻകരയിൽ നിന്നായിരുന്നു. അപ്പോൾ വൈപ്പിനിൽ എടവനക്കാടോ മറ്റോ. അപ്പോൾ അവിടെ മണ്ഡലം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ടെന്നും അത് നെക്സലൈറ്റ് ആണെന്നും. അപ്പോൾ നമ്മൾ കുറേശ്ശെ വായന അതിലേക്ക് ഇങ്ങനെ സംക്രമിച്ചു തുടങ്ങി. കാരണം അന്ന് കുറേ മാഗസീൻസും ഉണ്ട്. ഇതെല്ലാം വളരെ രഹസ്യമായിട്ടാണ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ സാലി ഇത് മുണ്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊണ്ടുവരിക, ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് സൂത്രത്തിൽ നമുക്ക് തരിക. അങ്ങനെ ഇത്തരം മാഗസീൻസൊക്കെ വായിക്കുകയൊക്കെ, അങ്ങനെ നമ്മൾ തോട്ടിലും രാഷ്ട്രീയ ചിന്തയിലൊക്കെ കുറേ മാറ്റം വന്നു തുടങ്ങിയിരുന്നു. അതിന് പ്രധാന കാരണം, അപ്പോൾ സാലി നമ്മൾ എല്ലാത്തിനും സംശയത്തോടുകൂടി നമ്മുടെ അടുത്ത് പറയും, എടാ DC ബുക്സ് മറ്റേ അവിടെ ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറീസ് അത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നീ അത് പോയിട്ട് തുടരുത് കേട്ടോ. കാരണം അതവരൊരു സൂത്രമാണ്. ആരൊക്കെയാണ് ഇതിൽ ഉള്ള ആൾക്കാരെന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കെണിയാണത്. അങ്ങനെ ലോകത്തിലെ എല്ലാത്തിനും നമുക്കെതിരായിട്ടുള്ള കെണിയാണ്, ചതിക്കുഴികളാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ SFIയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ മറ്റൊരു കണ്ണിൽ നോക്കേണ്ടത് എങ്ങനെ നോക്കണം, അവർ ശരിയല്ല എന്നുള്ള ക്ലാസ്സൊക്കെ പലപ്പോഴും തന്നിരുന്ന ഈ സാലിയാണ്. ഒപ്പം
സാലി കുറച്ച് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ എന്താ സാലിയുടെ കൂടെ കൂടി. അപ്പോൾ എനിക്കതിൽ അതൊക്കെ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവൻ പറഞ്ഞു, നീ ഒന്ന് വലിച്ച് കാണിക്കുക. ഇപ്പം ഞങ്ങൾ കോളേജിലാണെന്ന് ഓർക്കത്തുള്ളൂ. നീ ഒന്ന് വലിക്കുക. ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇത് വാങ്ങിച്ച് വലിച്ചു. എനിക്കൊന്നും തോന്നിയില്ല. ഇവനെ വലിക്കണം എന്നെ നോക്കി ഇവനൊന്ന് ചിരിച്ചു. ഇങ്ങനെയാണ് വലിക്കുന്നത്, നീ ആദ്യം ഒരു സിഗരറ്റ് വലിക്കുക. അങ്ങനെ ഇവൻ എനിക്കൊരു വിൽ സിഗരറ്റ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് അവനും വാങ്ങിച്ചു. എന്നിട്ട് വലിക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ കാണിച്ചു തന്നു. ഇങ്ങനെ വലിക്കുക. ചാവ് വലിച്ചിട്ട് ഫിറ്റാവാത്ത ഞാൻ ഒരു വിൽ സിഗരറ്റ് വലിച്ചിട്ട് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി. പക്ഷേ അടുത്തത് നമ്മൾ വല്ലേ ഈ സിഗരറ്റിൻ്റെ അഡിക്ഷനിൽ തുടങ്ങി. അത് നാച്ചുറലി അത് കഞ്ചാവിലേക്ക് പോവുകയും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഉപയോഗിച്ച കാലത്ത് മുഴുവൻ അത് വളരെ കാര്യമായിട്ട് ഞാനത് ആസ്വദിച്ചിരുന്നു. കാരണം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പറന്ന് നടക്കാൻ പറ്റുമായിരുന്നു. അത് ഒരു തടസ്സവും ഇല്ലാതെ ആകാശത്ത് കൂടി. ചില സമയത്ത് ഞാൻ പറന്ന് അപ്പോഴായിരിക്കും ഒരു മേഘം വരികയാണെങ്കിൽ ആ മേഘത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയി നീല നിറത്തിലുള്ള ആനന്ദമായ ആകാശത്ത് കൂടെ മേഘങ്ങളുടെ ഒപ്പം പറന്ന് നടക്കുക. അങ്ങനെ ആ പറന്ന് നടക്കലിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ ഉറക്കത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ വഴുതിപ്പോവുക. ഒന്നും അറിയാത്ത പോലെ രാവിലെ, അതൊന്നും സംഭവിക്കാത്ത പോലെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുക. ഇതിങ്ങനെ ശീലമായി. ഇതിനിടയിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. സാലി പ്രീ ഡിഗ്രിക്ക് തോറ്റു. ഞാൻ എങ്ങനെ ജയിച്ച്? അങ്ങനെയാണ് ഞാൻ മഹാരാഷ്ട്രയിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ സാലി പ്രീ ഡിഗ്രി കഴിഞ്ഞോടുകൂടെ ഇവൻ ഇത്തരത്തിലുള്ള വായനയും പ്രവർത്തനങ്ങളും മാത്രമാവുകയും എന്നെ കൂടെ ആഴ്ചയിലൊരിക്കലെങ്കിലും മഹാരാഷ്ട്രയിൽ കാണാൻ വരികയും ചെയ്യും. അത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ എങ്ങനെ അവസാനിച്ചു എന്നുള്ളത്. പക്ഷേ മഹാരാഷ്ട്രയിലേക്ക് വരുന്നതിന് മുൻപുള്ള പ്രീ ഡിഗ്രി കാലത്ത് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ് അല്ലേ. ഒരു സ്കൂളിൻ്റെ ഒരു അഡോളസെൻ്റ് ഏജിൽ നിന്ന് പിന്നീട് എല്ലാത്തിനെയും റിവോൾട്ട് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടെയുള്ളൊരു കടന്നുപോക്കും ഓരോ എന്താ പറയണ യുവത്വത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയല്ല ചെയ്യുന്നത്. ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് സംഘർഷങ്ങളിൽ കൂടെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു പോകുന്നത്. ശരിയേതെന്നറിയില്ല, തെറ്റേതെന്നറിയില്ല. ഒപ്പം അതെല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മൾ ഒരു പദം വന്നിട്ടുണ്ടാവും. മഹാരാജ് ഉണ്ടാക്കി തന്നത് ആ ഒരു ഇടിച്ച് പദം വരുത്തലായിരുന്നു. കാരണം അധികാരോട് മിങ്കിൾ ചെയ്യാനോ ഒന്നും പറ്റാത്ത അങ്ങേറ്റം ഇൻഫീരിയർ ആയിരുന്ന നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് വന്നതോടുകൂടെ, കാരണം അങ്ങനെ മഹാരാഷ്ട്രയിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം അതൊരു വലിയ സാഗരമാണ്. അവിടെ നിങ്ങൾക്ക് നീന്താൻ അറിയില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മുങ്ങിച്ചാവാം, അല്ലെങ്കിൽ തന്നെ നീന്തൽ പഠിച്ചിട്ടുണ്ടാവും. മഹാരാജ് പഠിപ്പിക്കുന്നത് അതാ. അപ്പോൾ ആ ഒരു എന്താ പറയണ മഹാസാഗരത്തിലേക്ക് ഞാൻ വരികയും ഒപ്പം തന്നെ സാലി അവിടെ മിക്കവാറും എന്നെ കാണാൻ വേണ്ടി വരികയും നാച്ചുറലി എൻ്റെ സൗഹൃദങ്ങൾ സാലിയുടെ സൗഹൃദങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മുഴുവൻ ഞങ്ങൾ ഈ പറയുന്ന എപ്പോഴും ഇവനാണ് എനിക്ക് ലവ് കൊണ്ടുവന്ന് തന്നിരുന്നത്. അപ്പം ഇവൻ്റെ ഒരു വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ അപ്പോൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അവന് കാണുക. അങ്ങനെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ എവിടെ പോയി? അത് ഞാൻ വേറെ സ്ഥലത്ത് പോയി, അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മുത്തങ്ങ പോയി, മറ്റിടത്ത് പോയി, ഗൂഡല്ലൂർ പോയി. നീ എന്തിനാണ് ഗൂഡല്ലൂർ പോയി? അവിടെയോ ഒരു അടി നടക്കേണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് കണ്ടോടത്ത് മുഴുവൻ പോയി തല വെക്കുക, ഇങ്ങനെയുള്ളത്. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ
മൈ 5 years ഇൻ ഇന്ത്യൻ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കുകൾ. അപ്പോൾ ഇതെല്ലാം പുസ്തകങ്ങളിലൂടെയും ഇതിങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഈ ചർച്ച എപ്പോഴും സംസാരിക്കാൻ വിഷയമുണ്ട്. പുസ്തകങ്ങളുടെ കൈമാറ്റമുണ്ട്. മഹാരാജസിലും ഇതിന് പാരലായിട്ട് SFIന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞ പിള്ളേരുടെ ഒരു സംഘവും രൂപപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സാലി പെട്ടെന്ന് കയറി ഇതായി. അപ്പോൾ സാലിയുടെ ഈ യാത്ര കാരണം ഞാൻ ഈ സമയത്ത് ജോലി ചെയ്യാനും കൂടി തുടങ്ങി. അപ്പോൾ ഞാൻ പകല് ചിലപ്പോൾ പലപ്പോഴും ക്ലാസ്സിൽ വരാൻ പറ്റാതെ, കാരണം ജോലിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. മാരേജിൽ അങ്ങനെ എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്നൊന്നും ഇല്ല. ഒപ്പം എനിക്ക് മാരേജിൽ വേറൊരു ഇത് കൂടി കിട്ടിയിരുന്നു. വെരി ഫസ്റ്റ് ക്ലാസ്സിൽ നസ്രാജ് പോൾ എന്ന് പറയുന്ന എക്സ് മിലിറ്ററി ഒരു കക്ഷിയാണ് നമുക്ക് ക്ലാസ് എടുത്തിരുന്നത്, ലോജിക്ക് എടുത്തിരുന്നത്. ഇങ്ങേരായിരുന്നു ഫസ്റ്റ് ക്ലാസ്. ഇങ്ങേര് ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം ചോദിച്ചത് ഷിബു ചക്രവർത്തി ഇല്ല, ഷിബു കൃഷ്ണദാസ് എന്നുള്ള ഷിബു. ഞാൻ എഴുന്നേറ്റു. ഇയാൾ ക്ലാസ്സിൽ പറഞ്ഞു, 3 ചോയ്സിലും ഫിലോസഫി മാത്രം വെച്ച ഒരേ ഒരു വ്യക്തി ഷിബുവാണ്. സത്യമാണ്. ബാക്കിയുള്ളവരെല്ലാം മറ്റെങ്ങും അഡ്മിഷൻ കിട്ടാതെ 3rd ചോയ്സിൽ ഫിലോസഫി വെച്ച ആൾക്കാരാണ്. ബാക്കി സ്റ്റുഡൻസ് ഇല്ല. ഒരേ ഒരു സ്റ്റുഡൻറ്റ്, അത് ഞാൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ആദ്യം തന്നെ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ മാരേജിലേക്ക് ഫിലോസഫിക്ക് എത്തുമ്പോഴേക്കും ബേസിക് ഫിലോസഫി ഞാൻ പറഞ്ഞില്ലേ, അലക്സ് ബേസിലിൻ്റെ ഒരു പരിലാളനയിൽ ഞാൻ വായിച്ചു കൂട്ടിയ പല ബുക്കുകളും ഇവിടെ എനിക്ക് പ്രയോജനം ചെയ്തു. ഇവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് അക്കാഡമിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ബോറിംഗ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ പോലും, കാരണം കൂട്ടത്തിൽ സോഷ്യോളജി പഠിക്കണം, എത്തിക്സ് പഠിക്കണം എന്നൊക്കെ പറയുന്ന ബോറായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും സൈക്കോളജി, ഫിലോസഫിയും സൈക്കോളജിയൊക്കെ ഇപ്പോൾ ഒരു കാലത്ത് ഇതെല്ലാം ഒറ്റ സ്ട്രീം ഓഫ് ഇതിലാണ് നിന്നിരുന്നത്, എല്ലാം ഫിലോസഫി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിത് വായിച്ചു പോകുമ്പോൾ നാച്ചുറലി നമ്മൾ ഗ്രീക്ക് മിത്തോളജിയും ഗ്രീക്ക് ട്രാജഡീസും ഗ്രീക്ക് ഡ്രാമയും എല്ലാം വായിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ അബ്നോർമൽ സൈക്കോളജി ക്ലാസ്സിൽ രാജലക്ഷ്മി മിസ് എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്, കിങ് ഈഡിപ്പസിൻ്റെ. അപ്പോൾ ആ ഡ്രാമയെല്ലാം ഞാൻ ക്ലാസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ആ ഒരു എന്താ പറയണ ഒരു സ്പേസ് ഇതിൽ കിട്ടിയിരുന്നു. ഞാൻ കംഫർട്ടബിളുമായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിലാണ് ഈ സാലിയുടെ ഈ സ്വഭാവത്തിൻ്റെ വിശേഷം കൊണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക, ചിലപ്പോൾ 2 ആഴ്ച കഴിയും. ഇങ്ങനെ ഒരിക്കൽ പോയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവൻ ഏതൊരു ക്ലാസ് നടക്കുമ്പോൾ ക്ലാസ്സിൻ്റെ വെളിയിൽ വന്ന് ഇവൻ നിന്നു. അപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഇവനെ കണ്ടിട്ടില്ല. അപ്പം ഇവനെ എന്നെ വിളിച്ചു. അപ്പോൾ മാരേജിൽ നമുക്ക് ചോദിച്ചിട്ട് വേണമെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാം. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇവൻ്റെ ഒപ്പം ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് സുഭാഷ് പാർക്കിൽ, അന്ന് സുഭാഷ് പാർക്കിൽ എപ്പോൾ വേണമെങ്കിലും കയറാം, സുഭാഷ് പാർക്കിൽ വന്ന് ആ മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന മരമുണ്ട്. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഇരിപ്പിടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു അതെല്ലാം. കാരണം പടർന്നു കിടക്കുന്ന ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് അങ്ങനെ ഇവൻ അവൻ്റെ ബാഗ് തുറന്ന് എനിക്ക് കൊണ്ടുവന്ന ഒരു സമ്മാനം എൻ്റെ കയ്യിലേക്ക് തരിക. ഞാൻ ഞെട്ടിപ്പോയി. അരബിന്ദോയുടെ സാവിത്രി എന്ന് പറയുന്ന അങ്ങനെ ഒരു പോയിറ്റിക്കൽ ഫിലോസഫിക്കൽ പോയിട്രി ഒരു വർക്കുണ്ട്. ഇത് ഇവൻ എനിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നീ പോണ്ടിച്ചേരി പോയോ? പറഞ്ഞു, ഓ. നീ അന്ന് ഇവിടുന്ന് പോയത് പോണ്ടിച്ചേരിക്കാണോ? നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, അതെങ്ങനെ ഞാൻ പറയുക? എടാ, അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലേ, ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും റോട്ടിലൊരു ലോറിക്കാരൻ കോയമ്പത്തൂർക്ക് പോകുന്ന വഴി ചോദിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ എങ്ങോട്ട് പോകാൻ, ശരിക്കും എങ്ങോട്ട് പോകാനുള്ളതെന്ന്. അവൻ പോണ്ടിച്ചേരിക്ക് പോവുകയാണ്. എന്നെ കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അയാൾ സമ്മതിച്ചു. ഞാൻ അതിൻ്റെ അകത്ത് കയറി. എന്നിട്ട് ഞാൻ പോണ്ടിച്ചേരി ചെന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ ആരുമില്ല ആശ്രമത്തിൽ പോയി അവിടുന്ന് വാങ്ങിച്ചത് ബുക്ക്. എന്നിട്ട് നീ
ഇതിപ്പോൾ 1 മാസമായില്ലേ നീ പോയിട്ട്? അതെ, അവിടുന്ന് ഞാൻ ചമ്പൽക്കാട് വഴിയാണ് വരുന്നതെന്ന്. ഓണ്ടിച്ചേരിന്ന് ചമ്പൽക്കാട് വഴി ഒരുത്തൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് യാത്ര ചെയ്ത് കയ്യിൽ 10 പൈസ ഇല്ലാതെ പിന്നെ അടുത്ത സാധനം ബാഗിൽ നിന്ന് വെളിയിലെടുത്തു. ഒരു മൺപൈപ്പ്, ഒപ്പം ടാറ് പോലെ ഒരു സാധനം, പ്ലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് പൊതിഞ്ഞത്. ഇതെന്താ? ഇതാണ് ബങ്ക് എന്ന് പറയുന്ന സാധനം. ഞാൻ അന്ന് വരെ അവക്ക് ഉപയോഗിച്ച് പറന്ന് നടന്നിട്ടുണ്ടെന്നല്ലാതെ ഈ സാധനം നമ്മൾ തൊട്ടിട്ടില്ല. പറഞ്ഞു ഗംഭീര സാധനമാണ്. ഞാനവിടെ ഇത് പാലിൽ ചേർത്തൊക്കെ കഴിക്കും ആൾക്കാർ. പക്ഷേ സിഗരറ്റ് ഇതിൻ്റെ അകത്തും ഉപയോഗിക്കാം. അങ്ങനെ ഞങ്ങൾ തൊട്ട് താഴെ ഈ സിഗരറ്റൊക്കെ വിൽക്കുന്ന ഉന്തുവണ്ടിയുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഒരു പാക്കറ്റ് ചാർമിനാർ വാങ്ങിച്ച് അതിൻ്റെ കടലാസൊക്കെ കളഞ്ഞ് ഇത് വെച്ച് ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് വലിക്കാൻ തുടങ്ങി. അതുവരെയും ഇത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്ന ഞാൻ അപ്രാവശ്യം കയ്യിൽ നിന്ന് പോയി. പറക്കുന്നതിന് പകരം, ആസ്വദിക്കുന്നതിന് പകരം ഒരു ഫിയർ ഉള്ളിൽ നിന്ന് പൊങ്ങി വരാൻ തുടങ്ങി. ഒപ്പം മരം വളരാൻ തുടങ്ങി. മരം വളർന്ന് താഴേക്ക് നോക്കാൻ പറ്റാത്ത അത്ര വലിപ്പത്തിലെത്തി മരം. ആ പിടിച്ചിരിപ്പ്, രാവിലെ ആ മരത്തിൻ്റെ മുകളിൽ കയറിയതാ. ആ പിടിച്ചിരിപ്പ് രാത്രി വരെ ഇരിക്കേണ്ടി വന്നു. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ആ ഉന്തുവണ്ടിക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്ന് തരും. അത്രയും പൊക്കമുള്ളൂ അവിടുത്തെ മരത്തിന്. പക്ഷേ ഇപ്പം നമ്മളിരിക്കുന്ന ആ മരത്തിലല്ല. മരം വളർന്ന് ആകാശം മുട്ടി നിൽക്കുന്ന മരത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിയിട്ട് ഈ ഉന്തുവണ്ടിക്കാരനൊക്കെ ഉറുമ്പിൻ്റെ അത്രയേ ഉള്ളൂ. ആ പേടിച്ചുള്ള ഇരിപ്പ് രാത്രി വരെ ഇരുന്നു. രാത്രി ഒരുമാതിരി കെട്ടിറങ്ങിയപ്പോൾ നമ്മൾ താഴെ വന്നു, ഞാൻ സാലിം. അവിടെ നിന്ന് മെല്ലെ നടന്ന് ബോർഡ് ജെട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കോഫി ഹൗസ് അടച്ചു. അതിൻ്റെ അടുത്തുള്ള ആനന്ദ് ഭവൻ അടച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഏതോ അതേപോലത്തെ ഒരു വെയിറ്ററിങ് ഹോട്ടൽ അതിൻ്റെ അടുത്തുണ്ട്. അവിടെ കയറി ഓരോ മസാല ദോശ കഴിച്ചപ്പോൾ ബാക്കിയുള്ള കെട്ടുവന്ന് ഇറങ്ങി. അന്ന് ഞാൻ സാലി എടുത്ത് പറഞ്ഞു, എടാ ഇനി മേലിൽ ഞാൻ ഈ സാധനം കൈ കൊണ്ട് തൊടില്ല. അന്ന് അവൻ എന്നെ ഒരുപാട് കളിയാക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തു. നീ പേടിച്ചു തൂറിയാണ് അതെന്നെല്ലാം. ഞാൻ പറഞ്ഞു, എന്ത് നീ പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഞാൻ ഇല്ല. പക്ഷേ അവനത് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് അവൻ്റെ ക്യാരക്ടറിൽ വരുന്ന വ്യത്യാസവും അങ്ങനെ പലതും കണ്ടു. ഞങ്ങൾ തമ്മിൽ അകന്നു. പിന്നീട് ഏതോ ഒരു സമയത്ത്, ഞാൻ മദ്രാസിലുള്ള സമയത്തോ മറ്റോ ആണ്, സ്ഥലത്തില്ല, ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങളെ 2 പേരെ അറിയാവുന്ന വൈപ്പിൽ നിന്ന് തന്നെയുള്ള ആൻ്റണി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ തന്നെ ഒരുപാട് അന്വേഷിച്ചു, സാലി ആത്മഹത്യ ചെയ്തു. പറയേണ്ടത് ആൾക്കാരിൽ ഒരാൾ താനാണല്ലോ. തന്നെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ കോണ്ടാക്റ്റ് കിട്ടിയില്ല. ഈ എന്താ പറയുക, മയക്കുമരുന്ന് ഇതെന്ന് പറയുമ്പോൾ ഇപ്പം കേൾക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് സാലിയുടെ രൂപം. കാരണം അങ്ങേറ്റം സെൻസിറ്റീവായിരുന്ന, അങ്ങേറ്റം ട്രൂത്ത്ഫുള്ളായിരുന്ന അവൻ പിന്നീട് എങ്ങനെയൊക്കെ ക്യാരക്ടർ ചേഞ്ചായി അവസാനം ഇതേപോലെ ആത്മഹത്യയിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ.